ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ അബിയ അനിൽ. ഞാൻ വാളകം മാർത്തോമ്മ സഭാംഗമാണ്. ജോണി ത്രൂ സ്ലാംസിൻ്റെ 247 ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വേദഭാഗം സങ്കീർത്തനം 128 അധ്യായമാണ്. ആശ്ചര്യമായ ഈ ഇഹലോകവാസത്തിൽ ഒരുവന് എപ്രകാരം അനുഗ്രഹത്തോടെ നിലനിൽക്കുവാൻ സാധിക്കുമെന്ന് വളരെ ലളിതമായി അവതരിപ്പിക്കപ്പെട്ട സങ്കീർത്തനമാണ് 128 സങ്കീർത്തനം. യഹോവയെ ഭയപ്പെടുകയും അവൻ്റെ വഴികളിൽ നിന്ന് മാറാതെ നടക്കുകയും ചെയ്യുന്ന ദൈവ പൈതലിനെ കുടുംബമായി അനുഗ്രഹിക്കുന്നതിനെ വിവരിച്ചിരിക്കുന്ന ഈ അധ്യായം വിവാഹത്തിൻ്റെ ആശീർവാദവേളകളിൽ പ്രധാനമായി ഉപയോഗിച്ചു വരുന്നു. ഈ അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചും ഭാഗ്യാവസ്ഥയെക്കുറിച്ച് ചിന്തിക്കാം. അധ്വാനഫലം അനുഭവിക്കുന്ന ഭാഗ്യാവസ്ഥ അനേകരുടെ പ്രയത്നം നിഷ്ഫലമായി പോകുന്ന കാലഘട്ടത്തിൽ വേണ്ട രീതിയിലുള്ള പ്രതിഫലം ലഭിക്കാതിരിക്കുന്ന അനുഭവത്തിൽ യഹോവയെ ഭയപ്പെടുകയും അവൻ്റെ വഴികളെ മാത്രം ശരണം പ്രാപിക്കുകയും ചെയ്യുന്നവൻ്റെ പ്രതിഫലം തനിക്കു തന്നെ അനുഭവിപ്പാൻ കർത്താവ് ഇട നൽകുന്നു. യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്ന ജീവിതമുള്ള ഭാഗ്യാവസ്ഥ ആകാശത്തിൻ്റെ കീഴിൽ നൽകപ്പെട്ടിരിക്കുന്ന ഏകനാമമായ ക്രിസ്തു എന്ന നാമത്തിൽ തന്നെ. ശരണമാകുന്നവരെ അനുഗ്രഹിക്കുന്ന ദൈവത്തെ ഈ ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നു. സകല അനുഗ്രഹങ്ങളുടെയും ദാതാവായിട്ടുള്ള സർവകൃപാലുവുമായുള്ളവൻ, നീണ്ടു നിൽക്കുന്നതും അനുഗ്രഹപൂർണമായുള്ളവനെ കാലങ്ങളെ തരികയും ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെയും കടൽക്കരയിലെ മണൽത്തരികൾ പോലെയും സന്താനങ്ങളെ നൽകുമെന്ന് അബ്രഹാമിനെ അനുഗ്രഹിച്ചു. ദൈവം നമ്മളെയും അനുഗ്രഹിക്കുന്നു. ഇപ്രകാരം ദൈവം തരുന്നതായ അനുഗ്രഹിക്കപ്പെട്ട ഭാഗ്യാവസ്ഥയെ സംയുക്തമാക്കുവാൻ യഥാർത്ഥമായി യഹോവയെ ഭയപ്പെടുവാനും അവൻ്റെ വഴികളിൽ തന്നെ നടക്കുവാനും ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.